മാഷേ, ബിന്ദു അമ്മിണി പരിചയമുണ്ടല്ലോ അല്ലേ? ബിന്ദു അമ്മിണിക്കൊരു പൂതി ഉണ്ട് ഇപ്പോൾ. കാരണം അയ്യപ്പ സംഗമം വരുന്നു സെപ്റ്റംബർ 20 സ്റ്റാലിൻ വരുന്നില്ല മുഖ്യാതിഥിയായിട്ട്. വാസവൻ ബോയ് ക്ഷണിച്ചതാണ്. ഇപ്പൊ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതാണ്, സർക്കാർ പരിപാടിയല്ല എന്ന്. എന്ത് പൊളി വാദമാണ്! അങ്ങനെയാണെങ്കിൽ പിന്നെ വാസൻ നേരിട്ട് ചെന്നൈയിൽ പോയി സ്റ്റാലിനെ ക്ഷണിക്കേണ്ട കാര്യം എന്താണ്? നിരീശ്വരവാദിയാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ്റെ മകൻ മറ്റേ സനാതന ധർമ്മം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇങ്ങനെ ഈ ധർമ്മവിരോധികളെ കൊണ്ടുവരാനായിട്ട് വാസവൻ തന്നെ അവിടെ എഴുന്നള്ളേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വെറുതെ പറയുന്നതാണ്. അപ്പൊ ബിന്ദു അമ്മിണി ഒരു തുറന്ന കത്ത് പിണറായി വിജയൻ എഴുതിയിരിക്കുന്നു. അതിൽ അവർ പറയുന്ന അവർക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം, സുരക്ഷയും സൗകര്യവും ഒരുക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഒരിക്കൽ അവർക്ക് സുരക്ഷ പിണറായി വിജയന്റെ സർക്കാർ ഒരുക്കി കൊടുത്തതാണ്. കാരണം അവര് ആദ്യത്തെ ശബരിമലയിൽ കയറാനുള്ള ശ്രമം തടഞ്ഞു, ഭക്തന്മാരും എല്ലാം കൂടി തടഞ്ഞു. പക്ഷെ അടുത്ത ദിവസം പുലർച്ചെ ഇവരെ പോലീസുകാര് സുരക്ഷ കൊടുത്ത് ശബരിമലയിൽ ഇവരെയും ഒരു കനകദുർഗയും കയറ്റിയതാണ്. അപ്പൊ അതുപോലത്തെ ഒരു സുരക്ഷ മറ്റേ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിലും പങ്കെടുക്കണം എന്ന് അവരൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് സുരക്ഷ കൊടുത്തിട്ടുള്ള ഈ സർക്കാരിന് ബിന്ദു അമ്മിണിയെ ആ അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധിയാക്കാനായിട്ടൊരു ബാധ്യതയില്ലേ? പിണറായി വിജയൻ സുരക്ഷ കൊടുക്കേണ്ടതല്ലേ? ഈ ആവശ്യം ന്യായമല്ലേ? തീർച്ചയായിട്ടും ന്യായമാണ്. ഈ അയ്യപ്പ സംഗമത്തിൽ ഈ അതിഥിയാവാൻ സ്റ്റാലിനെ തിരഞ്ഞെടുക്കുമ്പോൾ MK സ്റ്റാലിനെ തേടി പോകുന്ന സമയം കൊണ്ട് അയ്യപ്പ സംഗമത്തിൽ അതിഥികളാവേണ്ടിയിരുന്ന പിണറായി വിജയന് വേണ്ടി വലിയ പോരുകോഴികളെ പോലെ പൊരുതാൻ പോയവരാണല്ലോ ബിന്ദു അമ്മിണിയും കനകദുർഗയൊക്കെ. രഹന ഫാത്തിമ മീൻസ് ഇത്തരം ആളുകളെ അവരോട് ഒരു നിലപാട് വ്യക്തമാക്കണ്ടേ? അവർക്ക് വേണ്ടിയാണല്ലോ ഈ നവോത്ഥാന മതിലൊക്കെ തീർത്തത്. ഇപ്പോ അയ്യപ്പന്റെ ഭക്തന്മാരാവാൻ ഈ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും വേണ്ടിയുള്ള സ്ത്രീകൾക്ക് കൂടിയുള്ള അവകാശത്തിന് വേണ്ടി എത്ര ജാഥകൾ, കോലാഹലങ്ങൾ, മതിലുകൾ ഒക്കെ കേരളത്തിൽ നടന്നതാണ്. ഇപ്പോൾ അയ്യപ്പന്മാരുടെ സംഗമം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, ഈ അയ്യപ്പന്മാരുടെ സംഗമത്തിൽ അയ്യപ്പന്മാരുടെ ഭക്തന്മാരാകേണ്ടത് ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനിച്ചിട്ട് വേണ്ടേ സംഗമം നടത്താൻ? സ്റ്റാലിൻ മുഖ്യാതിഥിയായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. 2 മന്ത്രിമാരെ പകരം അയക്കാന്ന് പറഞ്ഞു. അവരെ മുഖ്യാതിഥിയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ബിന്ദു അമ്മിണിയെ മുഖ്യാതിഥിയായി പരിഗണിച്ചുകൂടാ? ആലോചിക്കാവുന്ന കാരണം എന്താ വെച്ചാൽ ഇവർ യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ ഒരു അന്തസ്സത്തെ കളഞ്ഞു കുടിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ആ വിവാദം തുടങ്ങിയ കാലത്ത് പറഞ്ഞൊരു ഇഷ്യൂ ആണ്. ശബരിമലയിലേക്ക് യൗവനയുക്തകളായ സ്ത്രീകൾ ചെല്ലാൻ പാടില്ല എന്ന് ആരാണ് പറഞ്ഞത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണോ? ഏതെങ്കിലും ഇവിടുത്തെ യോഗക്ഷേമ സഭയാണോ? ബ്രാഹ്മണ മേധാവികളാണോ? അവിടുത്തെ തന്ത്രികളാണോ? ശാന്തിക്കാരാണോ? ആരുമല്ലല്ലോ. ആരാ പറഞ്ഞത്? അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് പറഞ്ഞത്. ഒരു ദൈവത്തെ, വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം ഏറ്റവും പരമമായ ഒരു രാജ്യത്ത് ദൈവത്തിൻ്റെ ശാസനകളെ അനുസരിക്കാൻ ഭക്തന്മാർ ബാധ്യസ്ഥരല്ലേ? ബിന്ദു അമ്മിണിയോട് അങ്ങോട്ട് ചെല്ലാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? അയ്യപ്പനാണ് പറഞ്ഞത്. മോളെ, ആ പ്രായത്തിൽ എനിക്ക് ഈ ഭക്തന്മാരെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല, വനിതകളായ ഭക്തന്മാരെ. ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റ് ആവേണ്ടത് എവിടെയാണ്? മനുഷ്യർക്കിടയിൽ തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുകയല്ലേ ഫെമിനിസ്റ്റുകളുടെ പണി? ദൈവങ്ങൾക്ക് ഓരോ ദൈവത്തിനും അതിൻ്റെതായ നിഷ്ഠയുണ്ട്. ഞാൻ ഇന്നലെ തളിപ്പറമ്പിലായിരുന്നു. തളിപ്പറമ്പുകാരുടെ ഏറ്റവും വലിയ വിഖ്യാതമായ ചരിത്ര സാറ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സാക്ഷാൽ ജയലളിത മഹാറാണിയായി വാഴുന്ന കാലത്ത് തളിപ്പറമ്പിൽ വന്നിട്ടേ ദേവസ്വത്തിൻ്റെ ആഫീസിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്നു. എന്താ കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ആചാരം സ്ത്രീകൾക്ക് അവിടെ ദീപാരാധനയ്ക്കേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അവിടെ കുത്തിയിരുന്നു. ഞാൻ വലിയ ആളാണ്, എനിക്ക് പോകണം, ഞാൻ ആക്ടിവിസ്റ്റാണ്, ഞാൻ ഫെമിനിസ്റ്റാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതാണ് ഇവർ പരിഗണിക്കാതെ പോയത്. ദൈവവിശ്വാസിയുടെ പ്രധാനപ്പെട്ട കടമയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അതിൽ നമുക്ക് എതിരിടാം സാർ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഇടപെട്ടത് എപ്പോഴാണ്? ഒരാളുടെ ദൈവവിശ്വാസം കൊണ്ട് പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു പ്രാണിക്ക് ദോഷം ഉണ്ടാകുമ്പോൾ, ഒരു സഹോദരന് ദോഷം ഉണ്ടാകുമ്പോൾ, വേറെ ഏതെങ്കിലും അപകടം ഉണ്ടാകുമ്പോഴല്ലേ നേരിടാൻ പാടുള്ളൂ, ഇടപെടാൻ പറ്റുള്ളൂ. അവിടെ സ്ത്രീകൾ ചെല്ലണ്ട. ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞിട്ട് ആർത്തവകാല സാധ്യതയുള്ള സ്ത്രീകൾ ചെല്ലരുത് എന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം? അതാണ് അന്ന് സത്യത്തിൽ ചെയ്ത തെറ്റാണ്. ഇതിന് ഞാൻ ചരിത്രത്തിൽ നല്ലൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു. സാറിന് നല്ല ഓർമ്മയുള്ള കഥ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. വൈക്കം സത്യാഗ്രഹത്തിന്
ഈ സാക്ഷാൽ മഹാത്മാഗാന്ധി വന്നിറങ്ങുമ്പോൾ ആ പന്തലിൽ നിന്ന് 2 പേരോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ബാരിസ്റ്റർ ജോർജ് ജോസഫിനോടും സാക്ഷാൽ മുഹമ്മദ് അബ്ദുറഹിമാനോടും. 2 പേരും കേമന്മാരാണ്, ചില്ലറക്കാരല്ല, ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞു ഇതൊരു നവോത്ഥാനം എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ പ്രശ്നം, ഇത് ഹിന്ദു സമുദായത്തിനകത്ത് നടക്കേണ്ട ഒരു പരിഷ്കരണ പ്രവർത്തനമാണ്. അതിൽ ബാഹ്യ ശക്തികൾ ഇടപെട്ടാൽ അതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾ പോകണം, അതുകൊണ്ട് അബ്ദുറഹിമാൻ പ്ലീസ് ഗോ ഹോം. അതുപോലെ ബാരിസ്റ്ററോടും പറഞ്ഞു, ജോർജ് ജോസഫിനോടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. വിശ്വാസികളല്ലാത്തവർ, പ്രത്യേകിച്ച് പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകാർ, സകലമാന വിശ്വാസത്തിനെയും അവർക്ക് അവരുടേതായ രീതിയിൽ നേരിടേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയമായ ബാധ്യതയുള്ളവർ നടത്തേണ്ടതാണോ ശബരിമലയിൽ ഈ വിപ്ലവം? അതായത് ഇവരെ മുഖ്യാതിഥി ആക്കണം. ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഞാൻ ബാധിക്കുന്നതിന് ഞാൻ എൻ്റെതായ ന്യായങ്ങൾ പറയാം. ഇവര് ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്, അവിടെ ലെക്ചറർ ആയിട്ടുള്ള ആള്, ശബരിമല അതിൽ മറ്റേ അയ്യപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ പോയ ആദ്യത്തെ 2 സ്ത്രീകളിൽ ഒരാൾ ദലിത്, പത്തനംതിട്ടയിൽ ജനിച്ചു, ശബരിമലയുടെ ജില്ല തന്നെ. 5 കുട്ടികൾ, അതിൽ ഇളയതായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയപ്പോൾ, അല്ലെങ്കിൽ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചപ്പോൾ അമ്മ വളർത്തിയ 5 കുട്ടികളിൽ ഇളയ കുട്ടിയാണിവർ. അമ്മ കൂലിപ്പണി ചെയ്താണ് ഇവരെ വളർത്തിയത്. 2001 കുടുംബത്തിൽ നിന്ന് ഇവർ മാത്രമാണ് കോളേജിൽ പോകുന്നത്. കേരള വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായിരുന്നു ഇവര്. കേരള വിദ്യാർത്ഥി സംഘടന CPIML-ന്റെ നക്സലൈറ്റ് ആയിരുന്നു ഇവര്. അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഏറ്റവും ചെറുപ്പത്തിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയ ആളാണ് നക്സലൈറ്റുകളുടെ വിദ്യാർത്ഥി സംഘടനയുടെ. 2011 ആ സംഘടനയിൽ നിന്ന് വിട്ടു. സായുധ കലാപത്തിൽ വിശ്വാസമില്ല എന്ന് അവർക്ക് തോന്നിയിട്ട്. അപ്പോൾ പ്രമാടം നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ, പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ, പിന്നെ എറണാകുളം ലോ കോളേജ്, കാര്യവട്ടത്തെല്ലാം ഇങ്ങനെയൊക്കെ പഠിച്ചതാണ്. കൊയിലാണ്ടി കോടതിയിൽ പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവിൻ്റെ പേര് ഹരിയാലൻ, പലചരക്ക് കട നടത്തുന്നു എന്നൊക്കെ ബയോഡാറ്റയിൽ കാണുന്നുണ്ട്. ഇവരുടെ ഭീം ആർമി അംഗമാണ് അവർ. 2022 ഇവർക്കെതിരെ കയ്യേറ്റം ഒക്കെ നടന്നു. ഇവർ ഈ ശബരിമല അക്രമത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവര് ഫേസ്ബുക്കിൽ ഈ കനകദുർഗ എന്ന് പറഞ്ഞ സ്ത്രീയെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നില്ല. കനകദുർഗയ്ക്ക് പോകണം എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റെല്ലാം കണ്ടപ്പോൾ ഇവർ നവോത്ഥാന കേന്ദ്രം ശബരിമലയിലേക്ക് എന്ന് പറഞ്ഞൊരു പേജൊക്കെ ഉണ്ടാക്കി അതിൽ കനകദുർഗ വന്നപ്പോഴാണ് അവരെയും വിളിച്ചിവർ പോകുന്നത്. അപ്പോൾ അമ്മിണിയും കനകദുർഗയും തൃശ്ശൂർ വെച്ച് ഇവർ ആലോചന നടത്തി. ഗൂഢാലോചന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 4 സ്ത്രീകളുണ്ടായിരുന്നു. മൊത്തം കോലാഹലം കണ്ടപ്പോൾ മറ്റേ 2 സ്ത്രീകൾ ജീവനും കൊണ്ട് അവർ പോയി. പിന്നെ അമ്മിണിയും കനകദുർഗയും മാത്രം ആയി. ആദ്യത്തെ ശ്രമത്തിൽ തടഞ്ഞു. രണ്ടാമത്തെ ശ്രമം 2019 ജനുവരി 2-ാം തീയതി പുലർച്ചെ 3:45 ആണ് പോലീസ് ഇവരെ സ്മഗിൾ ചെയ്ത് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. പോലീസ് സുരേഷ്, കറുത്ത വേഷം, പിണറായി. എന്നിട്ട് ഇവര് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു, പഹൽഗാം ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ പ്രഖ്യാപിക്കില്ലേ നമ്മൾ ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ പറഞ്ഞു ഇവർ ക്ഷേത്രത്തിൽ കയറി എന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾ നവോത്ഥാനം സ്ഥാപിച്ചു. അപ്പൊ പിന്നെ ഇങ്ങനൊരു സംഗമം നടക്കുമ്പോൾ കനകദുർഗയെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിളിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും MK സ്റ്റാലിനെ വിളിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കനകദുർഗയെയും വിളിക്കാം. എന്നിട്ട് അവിടെ പൂജാരിമാര് പുണ്യാഹമൊക്കെ നടത്തി രക്ഷപ്പെട്ടു. ഇന്ദിരാ ജയ്സിംഗില്ലേ, വക്കീല്, ഫെമിനിസ്റ്റ്, ഡൽഹിയിലെ, അവര് പറഞ്ഞു ക്ഷേത്രപ്രവേശനത്തിന് തുനിഞ്ഞ അംബേദ്കർക്ക് സമാനമായ വ്യക്തിത്വമാണ് ബിന്ദു അമ്മിണി എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനെ ഗുഡ് സർവീസ് എൻട്രി സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെപ്പർ സ്പ്രേ ഒക്കെ പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ അടുത്ത് കൊച്ചിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കുരുമുളക് സ്പ്രേ ഒക്കെ അടിച്ചതാണ്. അതിൻ്റെ പേരിൽ പിന്നെ ആശുപത്രിയിലൊക്കെ കിടന്നു. പക്ഷെ അവരൊരു നവോത്ഥാന നായികയല്ലേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അതെ, നവോത്ഥാനം എന്താണെന്ന് പിണറായി വിജയനും കുറെ കൂടി പുനർനിർവചിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നവോത്ഥാന നായികയായിട്ട് കാണാം. ഒരുപാട് കാലം വലിയ ആവേശത്തോടെ ബിന്ദു അമ്മിണി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് പേര്, DYFIക്കാർക്കൊക്കെ പ്രത്യേകിച്ചും. പക്ഷേ ചോദ്യം ഇതാണ്,
ഒരു ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ലിംഗനീതിക്ക് വേണ്ടിയുള്ള സമരം നടത്തേണ്ടത് ഒരു ദൈവസന്നിധിയിലേക്കാണോ? ആണെങ്കിൽ നിങ്ങൾ ഈ അയ്യപ്പൻ്റെ ഭക്തനാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുമ്പിൽ ആരുടെയെങ്കിലും മുമ്പിൽ ഞങ്ങൾ പരമഭക്തി മൂത്ത് അയ്യപ്പനെ ഒന്ന് കാണാനുള്ള വലിയ കൊതി ഞങ്ങൾക്കുണ്ട്, അതും ഈ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്ത് യുവത്വമുള്ള കാലത്ത് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊരു കലാപം ഉണ്ടാക്കാൻ കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ടല്ലേ. ഇനി ദൈവഭക്തിയുള്ള ഒരാൾ, അതിന് ഈ പറഞ്ഞ സതുദ്ദേശം ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അങ്ങനെ നടത്തിയ ആളുകളാണ് ഈ അയ്യപ്പൻ. എന്താ അതിൻ്റെ അർത്ഥം? അയ്യപ്പൻ്റെ മുമ്പിലേക്ക് സ്ത്രീകൾ ചെല്ലാൻ പാടില്ല, യൗവനയുക്തകളായ സ്ത്രീകൾ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് മനുഷ്യവിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്, നവോത്ഥാന വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് നാട് കുട്ടിച്ചോറാക്കിയവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അയ്യപ്പനോട് എന്ത് ഭക്തിയാണ്? അയ്യപ്പന്മാരോട് എന്ത് ഭക്തിയാണ്? എന്ത് ഇഷ്ടമാണ്? എന്ത് സ്നേഹമാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഇത് പുതിയ കാലത്ത് ഈ CPM എന്ന രാഷ്ട്രീയ പാർട്ടി പഠിച്ച ഏറ്റവും പുതിയ രാഷ്ട്രീയ പാഠത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളെ ദ്രോഹിച്ചു, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലെ ഇടതുപക്ഷക്കാർക്ക് തന്നെ CPMൽ വിശ്വാസം നഷ്ടപ്പെടുകയും ഹിന്ദുക്കളെ ദ്രോഹിച്ചതിന് പ്രായശ്ചിത്തം ചെയ്തേ തീരൂ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഫലം കൂടിയാണ്, ആ നയമാറ്റത്തിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കൊടുത്ത് അയ്യപ്പൻ ഇവരെ തോൽപ്പിച്ചു. അപ്പൊ അയ്യപ്പന്റെ കൂടി പ്രീതി സമ്പാദിക്കാൻ വേണ്ടി നടത്തുന്നതാണോ ഇത്? അയ്യപ്പനെ പറ്റിക്കാൻ എന്തായാലും ആവില്ല. കേരളത്തിലെ ഈ മനുഷ്യരെ പാവങ്ങളായതുകൊണ്ട്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർ താരതമ്യേന ശുദ്ധന്മാരും പാവങ്ങളുമാണ്. പാർട്ടിയെ വിശ്വസിച്ച് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യരാണ്. അവരെ പറ്റിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അവരും ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. ദൈവങ്ങൾക്ക് പണ്ടേ ഇതൊക്കെ അറിയാം, അയ്യപ്പന് കൃത്യമായിട്ടും അത് അറിയാവുന്നതുകൊണ്ട് ഈ ദൈവങ്ങളെ പറ്റിച്ചിട്ടുള്ള ഈ കച്ചവടം വലിയ തോതിൽ നടക്കും തോന്നില്ല. ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുമല്ലോ, ശബരിമലയിലെത്തിയ ഇതപര്യന്തമുള്ള അയ്യപ്പന്മാരെ, ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാരെ ക്ഷണിച്ചു വരുത്തിയിട്ട് വലിയൊരു മഹാസംഗമം നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ എത്ര ദേവാലയങ്ങളുണ്ട്? ആ ദേവാലയങ്ങൾക്കൊക്കെ ഭക്തന്മാരില്ലേ? വേളാങ്കണ്ണിക്ക് സ്ഥിരമായി പോകുന്ന എത്ര പേരുണ്ട്? മലയാറ്റൂർക്ക് എത്ര പേര് കൃത്യമായി പോകുന്നുണ്ട്? ഗുരുവായൂരിൽ മാത്രം വരുന്ന എത്ര പേരുണ്ട്? പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വരുന്ന എത്ര പേരുണ്ട്? ഉറൂസിന് നേർച്ചക്ക് പോകുന്നവരില്ലേ? ഇനി കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയ ഹാജിമാരുടെ കണക്കൊന്ന് എടുത്തു നോക്കൂ. ഇവരുടെയൊക്കെ സംഗമം നടത്തലാണോ കേരളത്തിലെ ഒരു മതേതര ഗവൺമെന്റിന് പണി? ആ ചോദ്യം നേരിടൂലേ അവര്? അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇതിന് സമാന്തരമായി വരാവുന്ന ചോദ്യങ്ങളും ഉണ്ടല്ലോ. മണ്ടത്തരം, ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ അവസാന കാലത്ത് തോന്നിയ പല തട്ടിപ്പുകൾ, ഏതോ ഒരു ഇവന്റ് മാനേജ്മെന്റിലെ ലക്ഷണം കെട്ട ഒരുത്തൻ ഒരു കുബുദ്ധി പറഞ്ഞു കൊടുത്ത തന്ത്രമായിരിക്കും ഇത്. പരിഹാസ്യമാവുകയുള്ളൂ. ഗതികേട് ആണ് ഇത് എങ്കിൽ ഇതിനേക്കാൾ നല്ലത് മത്സരിക്കാൻ പോവാതെ ജനങ്ങളോട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് മനുഷ്യൻ്റെ മുമ്പിലൂടെ ഇറങ്ങി നടക്കുകയായിരിക്കും നന്നാവുക. തട്ടിപ്പുകളാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ നമ്മുടെ നികുതി പണം ഉണ്ടല്ലോ എന്നതാണ് ഇപ്പോൾ ഉള്ള സൗകര്യം. ഗവൺമെൻറ് അല്ല നടത്തുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ. എന്നാലും ബിന്ദു അമ്മണിയുടെ ഹർജി ഒന്ന് പരിഗണിച്ചാൽ വേണ്ടില്ല. നല്ലത്, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.